ഹായ് ഗായ്സ്, അങ്ങനെ റൂമിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങുകയാണ് ഗായ്സ്. അപ്പോൾ ലിഫ്റ്റ് കയറാൻ നിന്ന ട്രോസ്മിനെ ഞാൻ പിടിച്ച് വലിച്ച് സ്റ്റെപ്പ് ഇറക്കിപ്പിച്ചു. നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണല്ലോ, അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ 6th ഫ്ലോർ 7th ഫ്ലോറിനാകുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങിക്കറിഞ്ഞാൽ കുറച്ചും കൂടി ഫിസിക്കലി ആക്റ്റീവ് ആവും, എനർജറ്റിക് ആവുമെന്ന് വെച്ച് ഞാൻ പറഞ്ഞു അയ്യോ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോകാമെന്ന് വെച്ചു. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി ഞങ്ങൾ എനർജറ്റിക്കോട് കൂടി നടന്നു പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം തണുപ്പാണ് ഇവിടെ, പക്ഷേ എനിവേ കുറച്ച് ചൂടും ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ്, ഓവർ ഇതുമില്ല, ചൂടുമില്ല, ഓവർ കോൾഡും ഇല്ല. അങ്ങനെ നല്ലൊരു ഇതിൽ നമ്മൾ നിയർ ബൈ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. PVC അല്ലെങ്കിൽ നമ്മൾ ബനിയാസ് ഇവിടെ നിന്നാണ് നമ്മൾ വീക്കെൻഡിൽ സാധനങ്ങൾ വാങ്ങിക്കാറ്. അപ്പോൾ ഈ PVCൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ നമ്മളൊരു നൊസ്റ്റാൾജിക് പ്ലേസ് ഉണ്ട്. നമ്മൾ 1 ഇയർ ആയിട്ട് ഇപ്പോൾ അത് പൂട്ടിക്കിടക്കാണ്. അപ്പോൾ നമ്മൾ ഓൾഡ് സ്റ്റോറീസൊക്കെ പറഞ്ഞ് ആ ഉസ്താദ് ഹോട്ടലിലിരുന്ന് ചായ കുടിച്ച കഥകളും എല്ലാം പറഞ്ഞ് നമ്മൾ നേരെ പോയത് ബനിയാസിലാണ്. ആദ്യം നമ്മൾ ബനിയാസിൽ നിന്ന് സാധനങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എന്താ എടുക്കണം എന്നിങ്ങനെ നോക്കി, ഏതൊക്കെ എടുക്കണം എന്നിങ്ങനെ നോക്കി നടക്കുകയാണ്. അപ്പോഴാണ് വീക്കെൻഡ് ഓഫർ പേപ്പർ നമ്മൾ കയ്യിൽ തട്ടിയത്. അപ്പോൾ അത് നോക്കി എന്തൊക്കെയാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കി അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ സാധനങ്ങൾ എടുക്കാറ്. ഓൾമോസ്റ്റ് നല്ല ഓഫർ പ്രൈസ് ഉണ്ട് വീക്കെൻഡിൽ. ഇതെല്ലാം നമ്മൾ നോക്കിയെങ്കിലും നമ്മൾ അവസാനം ഒരു കേട് മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെ ബില്ലും പേ ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഹെലികോപ്റ്റർ കണ്ടത്. അപ്പോൾ നമ്മൾ കുട്ടിക്കാലമൊക്കെ വെറുതെ നമ്മൾ പറഞ്ഞ് ഇങ്ങനെ പുറത്തുനിന്ന് അകത്തുനിന്ന് സൗണ്ട് കേൾക്കുമ്പോഴേക്കും നമുക്ക് പുറത്ത് ചാടി ഓടി വന്ന് അതും നോക്കി നിന്ന് അതിന് ടാറ്റ കൊടുത്ത് നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഓർത്തു. നമ്മളങ്ങനെ PVCയിലെത്തി. അങ്ങനെ PVCയിലെത്തിയിട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ നോക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ അത്യാവശ്യം വേണ്ട വെജിറ്റബിൾസൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ വീക്ക്ലി ബേസാണ് സാധനങ്ങൾ എടുക്കാറ്. അപ്പോൾ ഈ വീക്കിലേക്കുള്ള മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ അല്ലെങ്കിൽ ഓവർ വെച്ച് കഴിഞ്ഞാലും നാശമായി പോകുമല്ലോ. അത് കാരണം അങ്ങനെ വീക്ക്ലി ബേസിൽ സാധനങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഓരോ പ്ലാനിങ് വയ്ക്കും, എന്തൊക്കെ ഓരോ ദിവസം വെക്കണം. അങ്ങനെയാണ് നമ്മൾ ഡേ ബൈ ഡേ ഓരോന്ന് കുക്ക് ചെയ്തിട്ട് വെക്കാറ്. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കഥകളൊക്കെ ഓരോന്ന് പറഞ്ഞ് ഏകദേശം റൂമെത്തി. അങ്ങനെ നമ്മൾ റൂമിലേക്ക് കയറി. അപ്പോൾ ഇന്നത്തെ പർച്ചേസിങ് കഴിഞ്ഞു. ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുക്കുന്ന ഫോട്ടോസായിരുന്നു. അപ്പോൾ ഇന്ന് എൻഡിലാണ് എടുത്തത്. ബൈ ഗൈസ്, താങ്ക് യു.